അയാൾക്കൊക്കെ ഈ വയസ്സങ്കാലത്തെ മരുഭൂമിയിൽ അന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യം. വെറുതെ നമ്മളെ റൂമില് വെറുതെ ഗിർഗിർ തന്നിട്ട് ആൾക്കാരെ എടാ ഇയാളെ മകണ്ടല്ലോ അസറത്ത് എന്റെ കമ്പനിക്കാരനാണ്. ഓൻ അവിടെ ഒരു പണിയില്ലാതെ വെറുതെ നടക്കണം. ഓൻ അന്ത്രപ്പോഴും അങ്ങനെ തന്നെ. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് വെറുതെ വന്നിട്ട് റൂമിൽ വന്നിട്ട് അത് ഇതാക്കിയ അവിടെ വൃത്തിയാക്കാൻ ഇത് നിസ്കരിച്ചോ. ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ തരുന്നില്ല. നേരിന്ന് തൊഴിലില്ലായിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. എന്താ പടക്കണോ? ഒന്നുമില്ല. റൂമിൽ പണിയില്ലേ? ഇന്ന് ലീവുള്ള ദിവസല്ലേ? ഞാൻ നടക്കി വരികയുണ്ട് റൂമിൽ കയറി. അത് ശരി, രണ്ടാളും ഇവിടെ എന്താണ് കടന്നുറങ്ങുക? ഇതൊക്കെ ഒന്ന് അടിച്ചു വരണ്ടേ? ഈ ഫോണും അങ്ങനെ 24 മണിക്കൂറും നോട്ടിയാൽ മതിയോ? ഒരു വെറുപ്പും വൃത്തിയുണ്ടോ ഈ റൂമില്? ഇത് എപ്പോഴാ ഒന്ന് ക്ലീൻ ആക്കിയാക്ക നിങ്ങളൊക്കെ? നിങ്ങളെ മുന്നുള്ള ചങ്ങന്മാരുണ്ടല്ലോ, എന്ത് ഉത്സാഹം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ രണ്ടാളും ഒന്നും ആകെ പട്ടി പറ്റ മാതിരിയാക്കി ഇവിടെ. ഓരോരോ തുണിയും കുപ്പായും ഉള്ള തോർത്തുണ്ടും ബ്ലാങ്കറ്റും ഒക്കെ ഒരേ മാതിരിയാക്കി. ആ ബലജീന്റെ കൊട്ടി കൊണ്ടുപോയിട്ടാ കച്ചറ അതില്ലല്ലോ. ആ കച്ചറൊക്കെ കൊണ്ടുപോയിട്ടേങ്ങള് കൊണ്ടുപോയിട്ടു. രണ്ടാളും ഇങ്ങനെ കടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ക്ഷീണിച്ചിട്ടേ ഇവിടെ വന്നിട്ടേ നിസ്കരിച്ചപ്പോ നിങ്ങള് എന്ത് നിസ്കരിച്ചങ്ങള്? ആ ഉണ്ടോ കണ്ടച്ച്? ഒരാൾ ദൂരം നിസ്കരിച്ചു, ഒരാൾ അസറും നിസ്കരിച്ചില്ല. ഇത്ര ഒരു മടിയന്മാരിന്റെ റൂമിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഒരു 10-20 കൊല്ലായി ഇവിടെ പണിയെടുക്കൽ തുടങ്ങിയിട്ട്. ഇങ്ങനത്തെ 2 ബലാലാൾ എന്റെ റൂമിൽ ആദ്യമായിട്ടാണ്. ഇവിടെ റൂമിൽ വന്നിട്ട് എന്ത് പണിയെടുക്കാനാണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ 10-16 മണിക്കൂർ അവിടെയും പണി. ഇവിടെ വന്നിട്ട് ഒരു ഭാഗത്ത് കടക്കാൻ നമുക്കൊരു സമാധാനത്തിന് വേണ്ടിട്ട് നമ്മള് പണി കഴിഞ്ഞിട്ട് ഇവിടെ റൂമിലേക്ക് വരുന്നത്. അപ്പോഴും നിങ്ങള് നമുക്കൊരു സമാധാനം തരില്ല. നിങ്ങളെ സമാധാനം ഇല്ലായിട്ടല്ലേ ഇത്? നമ്മൾ കടന്നുറങ്ങണ റൂമല്ലേ? അപ്പൊ നമ്മൾ തന്നെ വേണ്ട ക്ലീൻ ആക്കാന്. അതുകൊണ്ടാണ്, വേറൊന്നും ഉണ്ടായിട്ടല്ല. എന്ന് എഴുതിയിട്ട് ഒരു ഒഴിവിട്ടുന്ന സമയത്ത് പുറത്തങ്ങളെ കിരികിരി എന്ന് പറഞ്ഞോണ്ടിരിക്കുക. മനസ്സിനൊരു സമാധാനം വേണ്ടേ? അവിടെ വല്ല ചട്ടപ്പെട്ടി വിരിച്ച് കടന്നുറങ്ങേണ്ടിരുന്നത് തോന്നുന്നു. ആയിക്കോട്ടെ, നിങ്ങളോട് ഞാൻ ഒന്നും പറയണില്ല. ഇന്റെ അതാപ്പൊന്നും ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ അറിയില്ലോ. ഇച്ചിപ്പോ നിങ്ങളോട് ഈറണ്ടായിട്ടൊന്നല്ല ഞാൻ റൂം അടിച്ചു വരാനും ഇതിനൊക്കെ പറയണ്ടേ. ഞമ്മള് കടന്നുറങ്ങുന്ന സ്ഥലല്ലേ വെച്ചിട്ടാണ്. ആര് പറഞ്ഞാലും ആർക്ക് പറഞ്ഞാലും എന്നോട് ഈറേ. അതല്ല അക്ക, ഞങ്ങളിപ്പോ നിങ്ങളെ കാര്യം സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളിപ്പോ എത്ര വയസ്സായി? നിങ്ങളെ ചെറുക്കന്മാരില്ലേ നാട്ടിലിരിക്കണു? ഓനൊക്കെ ഒന്നിട്ട് പണിക്ക് വിട്ടായി. നിങ്ങളവിടെ പോയി റെസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാർ ആരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. എല്ലാരും ഇപ്പൊ നാട്ടില് സെറ്റിലായി. അതിന് പോതില്ലായിട്ടൊന്നല്ല കുട്ടികളെ. നിങ്ങളൊക്കെ വാപ്പാരമാരി നാട്ടിലിരിക്കാം. ഈ പ്രായത്തിൽ നല്ല കമ്പുണ്ട്. പക്ഷെ അയക്കൂലല്ലോ. ഞാനിപ്പോ അതേമാതിരി ഒരു 10-20 ദിവസം മുന്നേ നാട്ടിലേക്ക് പോയി വന്നീലേ. അന്റെ പൊള്ളല്ലേ ആ സർപ്പ് എന്റെ ചെറുക്കം. ഓൻ വരെ ഓന്റെ വണ്ടിക്ക് എണ്ണ അടിച്ചാ എന്നോട് പൈസ ചോദിച്ചാ 30 വയസ്സായി പോകാൻ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിൽക്കാം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്റെ പെണ്ണുങ്ങളിലൂടെ ചോദിച്ചു, നിങ്ങൾ ഇനി പോണില്ലേ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? മനസ്സോ ചത്തു. ഓർക്ക് പറഞ്ഞ മനസ്സിലാവൂല. ആരോട് എന്റെ മനസ്സം പറയാം. അപ്പൊ ഇവിടെ ഇങ്ങനെ റൂമിൽ മാറി മാറി വരുന്ന ആൾക്കാരോട് ഓരോന്ന് പറഞ്ഞു കാണിട്ട് ഇടക്കേറി തീർക്കാണ്. നിങ്ങളോട് ആരോടും ഈറുണ്ടായിക്കൊന്നല്ല. നിങ്ങള് പറഞ്ഞോളൂ, ഞങ്ങളെപ്പോഴും ഒരു വാപ്പാന്റെ സ്ഥാനത്തെ കാണല്ലോ. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളൊന്നും കരുതലും ചെയ്യണ്ട. എന്റെ കുട്ടികളെ മാര്യങ്ങളൊക്കെ കാണുന്നത്. എന്റെ കുട്ടികളെ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ അവിടെ നിന്നുകൾ പഠിപ്പിച്ചേക്കണെങ്കിൽ ചികതി വരൂലേ? ചെറുപ്പന്മാർക്ക് എന്നെ തച്ചിട്ടില്ലാന്നുള്ളൂ. അതിനത്ര വർത്താനം പറയുന്നത്. ആരോടാ എന്നൊക്കെ പറയുന്നത്? ആ വെള്ളം കുടിച്ച് ഒന്ന് കുളിച്ച് റെഡിയായി വരും. ഒക്കെ റെഡിയാവും. ചെറുപ്പകാലം തൊട്ട് ഗൾഫിൽ വന്ന ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ് എല്ലാവർക്കും. നമ്മളെ ഒരു കാലം കഴിഞ്ഞാല് ഇങ്ങനെ തന്നെ കാരണം
പൈസക്ക് മാത്രം നമ്മളെ കാണുള്ള ആൾക്കാര്, നമ്മളെ പെരക്കാരും അതൊന്നും ഇല്ലാതെ കേൾക്കണം. അപ്പ അറിയാം നമ്മളൊന്നും ഒരു വില ഉണ്ടാവില്ല അപ്പൊ.